ഞാൻ ശരിക്കും അങ്ങനെ തീരുമാനിച്ചു വന്നതല്ല. ഞാൻ MA ചെയ്യുമ്പോഴൊക്കെ അപ്പോഴത്തേക്ക് ദൂരദർശനുണ്ട്, നമുക്കിവിടെ ദൂരദർശനുണ്ട്. അന്ന് ഹേമലത, മായ അവരൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ MAക്ക് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയ്യപ്പ പണിക്കർ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് കാര്യവട്ടത്തല്ലായിരുന്നു, ഞങ്ങളുടെ ഓഫീസ് കോളേജ് ഇവിടെയായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ ക്യാമ്പസിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ ഇങ്ങനെ അയ്യപ്പ പണിക്കർ സാറും പിന്നെ അവിടുത്തെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറൊക്കെയാണ്. എല്ലാ ടീച്ചേഴ്സും പിന്നെ എപ്പോഴും സെമിനാർസ്, ഇൻ്റർനാഷണൽ സെമിനാർസ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ പേപ്പർ പ്രസൻറ്റേഷൻസ് കാണും MAക്ക് തന്നെ. അപ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പം എൻ്റെ ഒരു ഫ്രണ്ട്, 1-2 ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്, നല്ല വോയിസ് എന്ന് വെച്ചാൽ ഒരു മോഡുലേഷനും ഒക്കെ നല്ലതാണ്, യു ഷുഡ് അപ്ലൈ ഇൻ ദൂരദർശൻ എന്ന് ചുമ്മാ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അക്കൂട്ടത്തിൽ ഒരാൾ ARL അതിൻ്റെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് കിട്ടി, ഇത് കഴിഞ്ഞ ഉടനെ. അപ്പോൾ എന്നെ കൊണ്ട് ഫോം ഫില്ല് പോലും ഇല്ല, ഞാൻ ഒപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ. അവിടെ ഇപ്പൊ പോണ്ടിച്ചേരിയിലാണ്, അവരാ ഫില്ല് ചെയ്തൊക്കെ ബാക്കി. എന്നെ കൊണ്ട് പേരും എഴുതി ഒപ്പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ടു. അപ്പം ടെസ്റ്റിന് വിളിച്ചു, കിട്ടി. ആദ്യം അനൗൺസറായിട്ടായിരുന്നു, അത് 2 മാസം ഒരുമിച്ചാണ് കൊടുത്തത്. അത് അതിന്റെ കൂടെ തന്നെ മറ്റതിന്റെയും ടെസ്റ്റ് കഴിഞ്ഞു, കിട്ടി. ആക്സിഡന്റിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്തായിരുന്നു അപ്പൊ മനസ്സിൽ എന്തായിരുന്നു പഠിക്കുന്ന സമയത്ത് MA ചെയ്യുന്ന? അതൊരു രസമായിരുന്നു. MA കഴിഞ്ഞ ഉടനെയാണ് ഇത് കിട്ടുന്നത്. അപ്പം ഒരു രസമായിരുന്നു കിട്ടിയപ്പോൾ. എന്നുവെച്ചാൽ ഒരു ചുമ്മാ ഒരു ഫാൻസി, അതായത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് അതങ്ങനെ ജേർണലിസം ചെയ്യണം ഇടയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. അപ്പം പിന്നെ തൽക്കാലത്തേക്ക് ഒരു ഹോബി, പാർട്ട് ടൈം എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ സംഭവം മേ ബി അന്നത്തെ ആ ഒരു ഇതായിരുന്നു. ദൂരദർശൻ ഒരു പ്രത്യേക ഓറ ഉണ്ടായിരുന്നു, ഒരേ ഒരു ചാനൽ ആയതുകൊണ്ടുള്ള ഒരു ഓറ. ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് അതാണ് അവരുടെ എല്ലാം വീട്ടിലെ ഒരു സ്ഥിരം വന്നു പോകുന്ന ഒരാളിനെ കാണുന്ന പോലെ. അത് മാത്രമല്ലല്ലോ, ഈ എല്ലാവരും ചോദിക്കുന്നത് ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ എങ്ങനെയാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്? 2, നിങ്ങൾക്ക് ഇത് എന്തോരം ഡ്രസ്സുകളാണുള്ളത്? നിങ്ങൾ ഈ വാർത്ത വായിക്കാൻ നേരത്തെ എന്തൊക്കെ നല്ല നല്ല സാരികൾ, ഇപ്പം എന്റെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര അതൊക്കെ അറിയാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യം. അതൊക്കെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞത് സൂര്യയിലൊക്കെ ആയിരുന്നു, ദൂരദർശനിലും സൂര്യയിലൊക്കെ ഞങ്ങൾ സ്വന്തം കോസ്റ്റ്യൂംസ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചുനാളും സ്വന്തമായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പം വി ഹാവ് ഒരു ഡിസൈനർ ഉണ്ട്, അവര് കമ്പനി ഡ്രസ്സസ് ആണെല്ലാം, അവര് തരുന്നത് മാത്രമാണ്. ഡ്രസ് കോഡ് ഉണ്ട്, അവര് സ്റ്റൈൽ ചെയ്യും, ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല സ്പെഷ്യൽ പ്രോഗ്രാംസ് അങ്ങനെ ഇതുപോലെ ഞാൻ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഇത് വരുമ്പോഴേ ഉള്ളൂ സ്വന്തം കോസ്റ്റ്യൂംസ്. അല്ല, ഇപ്പൊ പഴയ ഒരു വാർത്ത വായിക്കുന്ന വാർത്തകൾ ഇപ്പൊ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ ഡിജിറ്റലായി കുറെ മാറ്റങ്ങളൊക്കെ വന്നല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇരുന്ന് വായിക്കുന്നു, ഇപ്പൊ ഓടി നടന്ന് വായിക്കുന്നുണ്ട്. ആ സംഭവമൊക്കെ എത്തിക്കഴിഞ്ഞു. മാമിന് തോന്നുന്ന ഒരു വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത്? നല്ലതാണോ? മാമിന്റെ അഭിപ്രായം? നല്ലതാണ്, ഓഫ് കോഴ്സ്. അന്ന്